സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഓഫ് ടൈറ്റൻ അലൻ FC ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നതാണ് ഗൈസ് ഗ്രാനി ചാപ്റ്റർ 2. എല്ലാവരും കൈയടിക്കുക ഗൈസ്. നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 കളിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ മാക്സിമം കളിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും ഗൈസ്. എന്നെക്കൊണ്ട് ഈ ഗെയിമാണ് ഗൈസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പോയ ഒരേ ഒരു ഗെയിം. അത് ഇതാണ് ഗൈസ്. നമ്മൾ മറ്റേത് രണ്ടും ഡോർ എസ്കേപ്പ് ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ ഗ്രാനി 1ൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മൾ ഇട്ടായിരുന്നു ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാനി 3യും നമ്മൾ ഇട്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്ത് ഡോർ എസ്കേപ്പ്. വേറെ അടുത്തതിന് എന്ത് എസ്കേപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ ഗ്രാനി 3യിൽ ഡോർ എസ്കേപ്പ് ചെയ്ത് ഗ്രാനി 3യിൽ നമ്മൾ ഗേറ്റ് എസ്കേപ്പ് ചെയ്തു. അടുത്തതിന് ട്രെയിൻ എസ്കേപ്പ് ചെയ്യണമെന്നില്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അല്ലെങ്കിൽ തന്നെ വേണ്ട ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ പിന്നെ നമുക്ക് ഗ്രാനി 2ൻ്റെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഇതാണ് എനിക്ക് ഏറ്റവും പാടുള്ള കളിക്കാൻ. നമുക്ക് മ്യൂസിക് ഉണ്ടാക്കിയിട്ട് നേരെ പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഡേ 1ലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഡേ 1 തുടങ്ങും. ഇതാ തുടങ്ങിയിരിക്കുന്നു. തുടങ്ങിയിരിക്കുന്നു. ഗൈസ്, നമുക്ക് മറ്റേ നൂബ് മാസ്റ്റർ അണ്ണൻ്റെ ട്രിക്കായത് മറ്റേ മുള്ളിൻ്റെ സ്ഥാനം ഓണാക്കിയിട്ടിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഗ്രാനിയും ഗ്രാൻഡ്പയും ഒരുമിച്ച് വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആ ഒരു കാര്യത്തിൽ പെടും. അവരിങ്ങോട്ട് വരാതിരുന്നാൽ നല്ലത്. ആരുമില്ലല്ലോ. ഈ ഗൈസിനകത്ത് ആദ്യം തന്നെ ഒന്നും കിട്ടിയില്ല നമുക്ക്. ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഐസിയു പോയി, ഐസിയു കിടക്കണോ കളവാ. എൻ്റെ അല്ല, ഇത് നൂബ് മാസ്റ്റർ അണ്ണൻ്റെയാണ്. നമ്മൾ ചുമ്മാ ഇട്ടേക്കുന്നത്. ഇതൊക്കെ ആദ്യമേ അങ്ങ് തുറന്നിട്ടേക്കാം. എപ്പോഴാണ് ആ കളവയും കൂടെ വരുന്നതെന്ന് അറിഞ്ഞൂടാ. ഗ്രാനിന്ന് വിളിച്ചാൽ പോരടാ കളവാ, പോയി നോക്കണം ഗൈസ്. ഇവിടെ എങ്ങാനും നമ്പർ എഴുതിയിട്ടിട്ടുണ്ടോ നമുക്ക് മറ്റേതേ അല്ലാതെ തുറക്കാനുള്ള? ഇല്ലല്ല. ഓ ഇല്ല ഗൈസ്. വെപ്പൺ കീ കിട്ടിയില്ല ഗൈസ്. വെപ്പൺ കിട്ടിയവന്മാരെല്ലാം പൂശ. മിനി ഹാർട്ട് അറ്റാക്ക് ഗൈസ്. പേടിച്ച് കിണ്ടിയായി ഗൈസ്. ഓ എൻ്റെ പൊന്നു, അതങ്ങനെ തള്ള എൻ്റെ അതിരുന്നപ്പോൾ എന്നെ പിടിച്ചേ. പേടിച്ചു. മിനി ഹാർട്ട് അറ്റാക്ക് ഗൈസ്. നിങ്ങളിത് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും പേടിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണം ഗൈസ്. ഇന്നും തോക്കാനാണ് ചാൻസ്. എനിക്കൊരു പിടിയില്ല ഗൈസ്. ഞാനിത് മറ്റേത് 2 റെക്കോർഡ് ചെയ്ത കണക്ക് ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടല്ല ഗൈസ് റെക്കോർഡ് ചെയ്യുന്നത്. ഗെയിം കളിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്ത് തേങ്ങക്കാണ് ഇവന്മാർ ഇവിടെ ഇത് വളർത്തിന്ന്? ഇതെന്ത് തേങ്ങക്കാണ് പിന്നെ ഇവന്മാർ ഇവിടെ ഇത് വെച്ചേക്കുന്നത്? ഇത് രണ്ടും നമ്മൾ തുറന്നു നോക്കി ചമ്മിപ്പോയിരുന്നു. ഇവിടെ ഒന്നും ആരുമില്ല. ഫ്രഞ്ച് ഗൈസ്, നമുക്ക് ആ കൊച്ചുമോൻ്റെ അവിടെ തുറന്നിടാം. ആരുമില്ലല്ലോ അല്ലേ ഗൈസ്. ഗ്രാനിയുടെ ശബ്ദം ഗ്രാനി മന്ദം നടക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ്, കളി കഴിഞ്ഞു. നമ്മൾ ജയിച്ചു എന്ന് പറയാക്കത്തില്ല. ഒരു പാതി സ്റ്റൺ ഗൺ നമുക്ക് എടുക്കാം ഗൈസ്. എന്നിട്ട് തള്ളേനെ വെയിറ്റ് ചെയ്യാം. സ്റ്റൺ ഗൺ പീപ്പ് തള്ളവാ വരൂ. അതെ സാധനം തന്നിട്ട് പോക്കോ. സാധനം തരൂ തള്ളേ. സാധനം തരൂ തള്ളേ. സാധനം എന്താ തള്ളേ? സുനാപ്പിളിതാ തള്ളേ. സുനാപ്പിളി തന്നു ഗൈസ്. ഇപ്പം ഈ കിളവൻ ഇതുവഴി ചാടി വരും. താ തള്ളേ. കിട്ടി. കിളവൻ വന്നില്ലേ? കിളവാ എവർറാ നീ? കിളവാ നീ എവർറാ? അതാണ്ടാ മോനെ കൊച്ചുമോൻ. എവിടെ പോന്നടാ? എവിടെ ഇത് എടുക്കടാ? സാധനം തന്നിട്ട് നീയൊക്കെ പോടാ. നമുക്ക് സ്റ്റൺ വൺ പെട്ടെന്ന് മേളിൽ പോയി സെർച്ച് ചെയ്യാൻ കഴിയും. ഇവൻ വഴിന്ന് മാറുന്നില്ല. വെട്ടിയിട്ട വാഴത്തുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തൊക്കെ ഒന്നുമില്ല. ഗ്രാനി എണീക്കാറായിട്ടുണ്ട്. തള്ള സാധനം തരുന്നുമില്ലായിരുന്നു. പുല്ല്
ഗ്യാസൊലീൻ. ഓക്കെ, നല്ലൊരു ഫാസ്റ്റ് തന്നെ നല്ലൊരു സാധനം കിട്ടി. ഇതിന്ന് ഇറച്ചി കഷ്ണം കിട്ടി. നമുക്കാദ്യം കൊച്ചുവനെ പഞ്ഞി കിട്ടിയിട്ട് അവിടെ എന്തോ നോക്കണോ, നോക്കിയിട്ട് വരാം അല്ലേ. കൊച്ചുവനെ പഞ്ഞി കിടാൻ കേസ്. കിളവൻ്റെ നിന്ന് സെക്യൂരിറ്റിക്ക് എടുത്തില്ല. അയ്യൻ്റെ മോനെ, അത് മറന്നുപോയി കേസ്. കുഴപ്പമില്ല, അടുത്താണ് നമുക്ക് പൂശുമ്പോൾ സെക്യൂരിറ്റിക്ക് എടുക്കാം. നീ അന്ത്യശ്വാസം വലിയടാ. എന്താണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം കേസ്. ആദ്യം പാഡ്ലോക്കല്ലേ, പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ടോ കേസ്? എൻ്റെ പള്ളി സ്ലണ്ടു, എന്തോ സ്ലണ്ടു ഇവിടെ വന്ന് നിൽക്കുന്നേ കേസ്. ഇപ്പം കിളവനും കിളവി എണീക്കാനുള്ള ടൈം ആയിട്ടുണ്ടാവുമല്ലേ, ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കിവിടെ വെയിറ്റ് ചെയ്യണോ? അയ്യോടാ, എണീറ്റ് കിളവി, എണീറ്റ് കേസ്. കിളവി എണീറ്റിട്ടുണ്ട് എന്തായാലും. എവിടെ നിന്നാണ് വരുന്നത്? മേളിൽ നിന്നാണോ താഴെ നിന്നാണോ? എവിടെ നിന്നാന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. വന്നു ഹെഡ് ഷോട്ട് കൊടുക്കാം. കിളവി സാധനം തന്നിട്ടോ അങ്ങോട്ട് മറിഞ്ഞടാ. സാധനം എവിടെ? ഇനി കിളവനെയും കൂടെ പൂശണം. വേർ ഇസ് കിളവൻ? കിളവൻ എവിടെ? കിളവൻ എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കിളവനാണ് ഗൈസ് അൺപ്രഡിക്റ്റബിൾ. കിളവിനെ നമ്മൾ എന്തായാലും പൂശിയിട്ടുണ്ട്. കിളവൻ്റെ നമുക്ക് ആ തോക്കെടുക്കണം. ഇതിനകത്ത് എന്താണ്? ഒന്നുമില്ല. എല്ലായിടത്തും പുക മാത്രമേ ഉള്ളൂ. ഇത്ര നേരിട്ടും വേറെയുള്ള സാധനം കിട്ടി. സ്പാർക്ക് പ്ലഗ്, ബോട്ട്. സെക്യൂരിറ്റിക്ക് കിളവൻ പ്രശ്നമാണല്ലോ. അവൻ്റെ കയ്യിൽ നിന്ന് അത് എടുക്കാനും മറന്നുപോയി. പുല്ല്. നമുക്ക് ഡബിൾ ബാരൽ ഗണ്ണ് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ഹെലികോപ്റ്റർ നമുക്ക് അടുത്ത് അങ്ങോട്ടേക്കാം. ഹെലികോപ്റ്റർ നമുക്കൊരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് എല്ലാം കൂട്ടിയിടാം കേസ്. ഹെലികോപ്റ്റർ. പിന്നെ നമുക്ക് വേറെയൊക്കെ തപ്പണം. നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവാൻ ട്രൈ ചെയ്യണം. എസ്കേപ്പ് ആവണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഏത് അത്? ഇവിടെയാണ് ഗ്രാനി സ്പോണാവുന്നത്. അതാണ് വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് ഇതിനകത്തൊന്നും ഒന്നുമില്ല. എല്ലാത്തിലും പുക മാത്രം. പുക. I don't like it. I avoid. But pogas like me. I can't avoid. കേസ് എവിടെ കേസ്? ഇവളുമാരൊന്നും ഇവരൊക്കെ എന്തി? കേസ് കിളവനെ കാണാനില്ല കേട്ടാ. കിളവനെ ഞാൻ ഇവിടെ എല്ലാം തപ്പി. താഴെ കാണുമായിരിക്കും. സ്വന്തം ഭാര്യയെ ചത്തിട്ടും കിളവൻ മേളിൽ നിന്ന് വരുന്നില്ല. കിളവന് നമ്മളെ പേടിയാണ് കേസ്. നമ്മൾ ചത്തായിരുന്നു കേസ്. നമുക്കിനി കുറച്ച് ലൈഫ് മാത്രമേ ഉള്ളൂ. കളയാനൊന്നും ഇല്ല. നമുക്കിതിൻ്റെ അടിയിൽ കയറിയിരുന്ന് ലാഗ് അടിപ്പിക്കുവാണ് കേസ്. ലാഗ്. ഈ കിളവിയെങ്കിലും ഒന്ന് എണീറ്റ് വന്നിരുന്ന് ഒന്ന് പൂശിയിട്ട്. ഞാൻ നിൻ്റെ തലയിൽ നിന്നെ നോക്കി അടക്കുക. എന്തിയടി നീ? എടി കിളവി. അയ്യോ, അവൻ താഴെ ഇരുന്ന് വീണ വായിക്കുക. കൊച്ചു കള്ളൻ. എവിടെ നീ കിളവി? നിന്നെ തപ്പി ഞാൻ നിൽക്കുക. അപ്പോഴാ വേറെ അറിയൂ നിന്റെ തലേൽ. വാ, വേണ്ടേ? കണ്ടില്ല. ഇവിടെ അനങ്ങാൻ പറ്റുന്നില്ല. ജസ്റ്റ് നമുക്ക് ഒരെണ്ണം കൊടുക്കാമല്ലേ, പൂശിയേക്കാം. കിട്ടിയിട്ടുണ്ട്. ഇനി കിളവനെയും കൂടെ ഒന്ന്. മോനെ, നിന്നെ തപ്പി നടക്കുമായിരുന്നു കേട്ടാ. നീ തന്നിട്ട് പോ. സെക്യൂരിറ്റിക്ക് ഇട്. എടാ, തിരിഞ്ഞ് കിടക്കടോ. സെക്യൂരിറ്റിക്ക് കിട്ടി. ഇവൻ തിരിഞ്ഞ് കിടക്കുമായിരുന്നു. നമുക്ക് അവൻ്റെ ഇന്ന് സെക്യൂരിറ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി കളയാം. ഇനി നമുക്ക് കളയാം കേസ്. ഇനി നമുക്ക് സ്റ്റൺ ഗൺ എടുക്കാം. സ്റ്റൺ ഗൺ എടുത്തിട്ടുണ്ട് കേസ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നോക്കാം. ഒന്നുമില്ല. ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വീല് അവിടെ ഇരുന്നോട്ടെ.
ഡേ 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 കയറിക്കോ കയറ്. ഇവന്മാരെ കയറുന്നില്ല ഗൈസ്. ഇതാണ് വിഷയം. വിഷയം എന്ന് പറഞ്ഞ വിഷയം. ഹാൻഡ് വീലായിരിക്കില്ലേ? ക്രോബാർ ഗൈസ്, ക്രോബാർ കിട്ടി. ഇവിടെ നിന്ന് വെപ്പൺ കീ ആവാനാണ് ചാൻസ്. കാരണം വെപ്പൺ കീ നമുക്ക് കിട്ടിയില്ല. ബോട്ട് കീ ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു പുള്ളാണ്. ബോട്ട് എസ്കേപ്പിനുള്ള സാധനങ്ങളായെന്ന് തോന്നുന്നല്ലോ എനിക്ക്. ബോട്ട് കീ, സ്റ്റിയറിംഗ് വീല് തുറന്ന് എല്ലാം ആയില്ലേ. ബോട്ട് എസ്കേപ്പിനുള്ള ബോട്ട് കീയും സ്റ്റിയറിംഗ് വീലും പിന്നെ സ്പാർക്ക് പ്ലഗും ഗ്യാസൊലീനും പോരെ. പാഡ് ലോക്കിയും കിട്ടി. എല്ലാം കിട്ടി. പാഡ് ലോക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയത്? മറന്നുപോയല്ലോ. പാഡ് ലോക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയെന്നൊരു പിടിയില്ല. ഇതിനകത്ത് എന്തായിരുന്നു? ക്രോബാർ. എടുക്ക് പുല്ലി. ഇന്ന് പറ്റുവാണെങ്കിൽ എന്തേലും എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. താഴെ കിടക്ക്. ഇത് നമ്മുടെ സ്റ്റൺ ഗൺ എടുക്കാം. നമുക്കും താഴ്ത്തി ആടാം. ഈ ശബ്ദം. ഈ തള്ളയും കിളവനും എണീക്കാനുള്ള സമയമായോ? അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് ക്രോബാർ ഇട്ട് ഒന്ന് തുറന്നിട്ട് വരാം. ആ ബോക്സ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വരാം. എന്താണ്? ഡക്ക് ടേപ്പ്. തൽക്കാലത്തേന് ഇവിടെ ഇട്ടേക്കല്ലേ. തോക്കെടുത്ത് പിടിക്കാം ഗൈസ്. കിളവി എണീക്കാനുള്ള ടൈം ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. എവിടെ ഇനി ഒന്നുകൂടെ പൂശി വെച്ച് പോവാം ഗൈസ്. സേഫ്റ്റി മുഖ്യം ബിഗിലെ കേട്ടിട്ടില്ലേ ഗൈസ്? അത് മുഖ്യം ഗൈസ്. നമുക്ക് ഗ്യാസൊലീൻ എവിടെ നിന്നായിരുന്നു കിട്ടിയത്? ഗ്യാസൊലീൻ ഞാൻ പറഞ്ഞില്ല ഗൈസ്, കിളവി എണീക്കാനുള്ള സമയം. പാട്ടാസ് കിട്ടി. കിളവനോടെ ഇനി ഞാൻ നിൻ്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാടി കിളവി. എന്താണ് കിളവി ഇങ്ങനെ? കിളവനെ, നിൻ്റെ ഭർത്താവായ കിളവനെ വിളിച്ചോണ്ട് വാ. അടിച്ച് പൂശണ്ടേ? വാ ചേട്ടായി, നിന്നെ തപ്പി നടക്കുമായിരുന്നു. ICU പോയി കേടാ, ഓടിപ്പോ. നമുക്ക് പെട്ടെന്ന് ബോട്ടിൻ്റെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് ഇടാം. ആൻറ്റി വീലൊന്ന് മിക്കവാറും ബോട്ട് എസ്കേപ്പ്. ഇവിടെ നിന്ന് എന്താണ് കിട്ടിയത്? ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. പാഡ്ലോക്ക് എനിക്കൊന്ന് താഴെ നിന്നായിരുന്നു തോന്നുന്നു കിട്ടിയത്. ആദ്യം തന്നെ സ്പാർക്ക് പ്ലഗ് ഗൈസ്. സ്പാർക്ക് പ്ലഗ് ഇവിടെ കിടപ്പുണ്ട്. സ്പാർക്ക് പ്ലഗ് എടുക്കാം. പെട്ടെന്ന് താഴോട്ടിട്ട് നമുക്കെല്ലാം താഴോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇടാം. താഴോട്ട് നമുക്ക് ഇങ്ങോട്ടങ്ങ് ഇടാം. താഴോട്ടിടാം സ്പാർക്ക് പ്ലഗ്. അടുത്തത് എന്തായിരുന്നു? ബോട്ട് കീക്ക് മുന്നേ സ്റ്റിയറിംഗ് വീല്. സ്റ്റിയറിംഗ് വീലും സ്പാർക്ക് പ്ലഗും ഇത് മതിയെന്ന് തോന്നുന്നു. എനിക്ക് അത്ര പിടിയില്ല ഗൈസ്. ഞാൻ ബോട്ട് എസ്കേപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു എസ്കേപ്പും ചെയ്തിട്ടില്ല ഗൈസ്. ചുമ്മാ കളിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കളിക്കുമല്ലേ ഗൈസ്. എനിക്കാണെങ്കിൽ പേടിച്ചിട്ടും വയ്യ. ഇമാര് ഈ ഗെയിം എനിക്ക് പണ്ടേ പേടിയാണ്. അതുകൊണ്ട് ഞാൻ പണ്ടേ കളിക്കാറില്ലായിരുന്നു. പിന്നെ ഇപ്പം നമുക്ക് യൂട്യൂബ് ചാനൽ എന്തായാലും തുടങ്ങിപ്പോയി. എന്തായാലും നമ്മുടെ ഐഡിയിൽ നൂബ് മാസ്റ്ററും ബ്ലോക്ക് കട്ട്സുമാണ് ഗൈസ്. അപ്പം പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പിന്നെ കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ മോശമല്ലേ? അങ്ങനെ വരട്ടെ ഗൈസ്. പാഡ്ലോക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയത്? അത് ഞാൻ മറന്നുപോയി ശരിക്കും. തുറക്കടോ. ഹെലികോപ്റ്ററിൻ്റെ ഇമ്മാനുവൽ. ഗൈസ്, പാഡ്ലോക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയത്? അല്ല, അവിടെ നിന്നല്ലേ. ഇവിടെ നിന്ന് എങ്ങാനാണോ? മറന്നുപോയി. കൊച്ചുമോൻ്റെ അടുത്തു നിന്നായിരുന്നു തോന്നുന്നു. കൊച്ചുമോനെ, ഗുഡ് മോർണിംഗ്. കൊച്ചുമോനെ, നമ്മൾ കുറേ നാളെല്ലാം കണ്ടിട്ട്. നിന്നെ ഞാൻ പൂശിയായിരുന്നല്ലോ. നമുക്ക് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിടാം. ഗ്രാനിയും ഗ്രാൻഡ് പേ എണീക്കാനുള്ള ടൈമായി. എല്ലാം ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഗ്രാനിയും ഗ്രാൻഡ് പേ എണീക്കാനുള്ള ടൈമായിട്ടുണ്ട് ഗേസ്. നമുക്ക് നേരെ പോയി സ്റ്റൺ ഗൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. സ്റ്റൺ ഗൺ എടുത്ത് ഗേസ്, ഇനി നമുക്ക് വെയിറ്റിംഗ് ടൈം. ഗ്യാസൊലീൻ എവിടെയായിരുന്നു ഗേസ് കണ്ടത്? മറന്നുപോയല്ലോ. എവിടെയായിരുന്നു ഗ്യാസൊലീൻ? അതാണ്ടേ ഗ്യാസൊലീൻ അവിടെ ഉണ്ട് ഗേസ്. ഗ്യാസൊലീൻ നമുക്ക് ഇടാം ഗേസ്. അതിന് മുന്നേ ഒന്ന് ഉറക്കിക്കോട്ടെ ഗേസ്. ഹൈഡ് ആൻഡ് സീക്ക് ഒന്നുമില്ല, നീ വാ. ഹൈഡ് ആൻഡ് സീക്ക് അല്ല, ഞാൻ നിൻ്റെ മുന്നേ വരാടി. നീ വാ. തള്ള എവിടെ പോയി? തള്ള ഇപ്പോൾ താഴെ. കളവനല്ലല്ലേ, എനിക്ക് തോന്നിയതാ.
തള്ള എവിടെയൊക്കെ കുടുക്കിടുന്നുണ്ട്. നമുക്കിവിടെ ഗണ്ണ് ഡ്രോപ്പ് ചെയ്തിട്ടിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. വന്നല്ലോ വനപാല. ഇനി ഒരു കിളവനോട് ഉണ്ടായിരുന്നല്ലോ. കിളവൻ വാ മക്കളെ വാ. ഞാൻ വെടി വെച്ചിട്ട് അവൻ ചത്തില്ല. അത്രയ്ക്കായോ? അത്രയ്ക്കൊന്നും അല്ല കേട്ടോ. അത്രയൊന്നും ആവണ്ട കേട്ടോ ഗേസ്. ഞാൻ വെടി വെച്ചിട്ട് അവൻ ചത്തില്ല. കുക്കു എഫമിൻ്റെ ഗേസ് ഞാൻ നിങ്ങളെ കണ്ടല്ല ഗേസ്. ഞാൻ ഷൂട്ട് ഞെക്കിയിട്ടും കിളവൻ ചത്തില്ല. കുഴപ്പമില്ല ഗേസ്. നമുക്ക് പയ്യെ ബോട്ടിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുവെക്കാമായിരുന്നല്ലേ. നമുക്ക് നേരെ അങ്ങോട്ട് ബോട്ടിൻ്റെ സാധനങ്ങളെല്ലാം വെക്കാമായിരുന്നു. സ്റ്റൺ ഗണ്ണ് അവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് പിന്നെ എടുക്കാം. പൂശുന്നതൊക്കെ പിന്നെ. ഇനി ആക്ഷൻ ടൈം ഗേസ്. ആദ്യം എന്തൊക്കെ വേണമെന്ന് നോക്കട്ടെ. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അത് നോക്കട്ടെ. ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് വീല് കീ, എന്തോ സ്പാർക്ക് പ്ലഗും ഗ്യാസൊലീനും, പിന്നെന്തോ പാഡ്ലോക്കി അല്ലേ? പാഡ്ലോക്കി. ലാഗടി ഗേസ്. ഇതെന്താണ് ഗേസ്? മെസ്സേജ് വരുന്നതുകൊണ്ട് ഭയങ്കര ലാഗടി ഗേസ്. നമുക്ക് നേരെ അയ്യോ ICU ഗേസ്. എനിക്ക് ICU പോയി കിടക്കണ്ട. കിളവൻ ഇങ്ങോട്ട് വരുന്നുണ്ടാ? നമുക്കിൻ്റെ അടി കയറിയിരിക്കുക. എടാ കയറിയിടാ പൊട്ടാൻ കണാപ്പാ. കഥ നമ്മൾ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് കയറി വരത്തില്ലായിരിക്കുമല്ലേ. ഗ്രാനീനെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കളയാൻ. എൻ്റെ പുനരാവി ഇത് എന്തൊരു കഷ്ടമാണ് ഗേസ്. ഇതാണ് ഗേസ് എനിക്ക് ഏറ്റവും പാടായിട്ടുള്ള ഗ്രാനി ഗെയിം. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും പാടായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗേസ്. ഗേസ് ഇപ്പം ഞാൻ അരമണിക്കൂറായി കളിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും നടക്കുന്നില്ല. അങ്ങോട്ട് സാധനങ്ങളെല്ലാം കിട്ടിയെന്നാണ് എൻ്റെ ഒരു അത് തന്നെ. പക്ഷേ ഈ അപ്പൂപ്പൻ കാരണം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. അയ്യോ എൻ്റെ മോനെ കേസ്. നിങ്ങളത് കണ്ടായിരുന്നോ? ഞാനൊരു മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. ഒരപ്പൂപ്പനല്ലല്ലോ. ഗ്രാനീനെ അപ്പൂപ്പൻ വിളിച്ചു വരുത്തിയതാ. തള്ള അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. പോയി നോക്കിയാലോ. പോയാ നമ്മൾ പോകേണ്ട അടുത്തോട്ടാ പോകുന്നത് ഗൈസ്. നമുക്ക് നേരെ പോയി തോക്കിട്ടി. വാടാ ആദ്യം നീ വാടാ. നിന്നെ ഞാൻ പഞ്ഞിക്കൂടെ കള്ളം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ ഏതിലെ കൂടെ വരുന്നേ? നമ്മൾ മറ്റേ വഴി തുറന്നിട്ടിട്ടുണ്ടേ. അതുവഴി വരാൻ സാധ്യതയുണ്ട്. വാ, ഏത് വഴിയാണേലും പെട്ടെന്നൊന്ന്. അതാ വരുന്നു. പൊട്ടിച്ച് നേരെ നമുക്കിനി സാധനങ്ങൾ എടുത്ത് വെക്കാൻ തുടങ്ങാം. മാറി നിൽക്കി തള്ളേ. ഇങ്ങോട്ടിട്ടേക്കാം ഗണ്ണ്. എന്നിട്ട് നമുക്ക് നേരെ എന്തെല്ലാം കൊണ്ട് വെക്കാം ഗൈസ്. സ്റ്റിയറിംഗ് വീലെങ്കിൽ സ്റ്റിയറിംഗ് വീല്. പെട്ടെന്ന് ഗൈസ്. ഇതാണ് നമ്മുടെ ടൈം. ഇങ്ങോട്ട് പോടാ ഗൈസ്. ഇത് ടൈമാണ്. കുറച്ച് ടൈമാണ് നമുക്ക് കിട്ടുന്നത്. ആ ടൈം അങ്ങ് വിനിയോഗിക്കാം ഗൈസ്. നേരെ ഇത് കൊണ്ടിട്ട് ഇത് വെക്കണ്ട. നമുക്ക് ഇങ്ങോട്ടങ്ങ് വെക്കാം അല്ലേ. ഇങ്ങോട്ടങ്ങ് ഇട്ടേക്കാം ഗൈസ്. വെക്കാനാണെങ്കിൽ ഇനിയും ടൈം പോകും ഗൈസ്. ഈ കിട്ടിയേക്കുന്ന 2 മിനിറ്റ് അപ്പൂപ്പ അത്ര മിനിറ്റ് കിടക്കത്തില്ല. അപ്പാപ്പൻ കുറച്ച് കഴിയുമ്പോൾ എണീക്കും. ഏതാണ് അടുത്തത്? എന്തോ സ്പാർക്ക് പ്ലഗ്. പെട്ടെന്ന് എടുക്കട ഇവൻ. താമസം എന്തോ ആടേ. പെട്ടെന്ന് ഇപ്പോൾ ഗൈസ് മാഞ്ഞിട്ടുണ്ട് അവർ. നമുക്ക് ഒരു സാധനം കൂടെ എടുക്കാനുള്ള ടൈം ഗ്യാപ്പ് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അവിടെ ഇട്ടിട്ടുണ്ട് എന്തായാലും സ്പാർക്ക് പ്ലഗും. പിന്നെ മേളിൽ പോയി ഗ്യാസൊലീൻ എടുത്തുകൊണ്ട് വരണം. അതാണ് ടാസ്ക്. അതിന് ഒരാളെ നമുക്കൊന്നുകൂടെ പൂശേണ്ടി വരും വരെ. ബോട്ട് കീയും അങ്ങോട്ട് ഇട്ടേക്കാം. എന്നിട്ട് പാഡ്ലോക്കിയും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ നമുക്ക് തോക്കെടുത്ത് ഒന്നുകൂടെ പൂശിയിട്ട് നമുക്ക് നേരെ പോയി എന്ത് ചെയ്യാം. ഇപ്പോൾ എണീക്കാനുള്ള ടൈം ആയി കാണുമായിരിക്കും അല്ലേ. 2 മിനിറ്റ് ആയി കാണും. ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഞാൻ കളിച്ച മൊത്തമൊന്നും കാണാൻ വഴിയില്ല. ഞാൻ കൂടിപ്പോയ ഒരു 10-20 മിനിറ്റ് ഇടും ഗൈസ്. കാരണം മറ്റേ വീഡിയോ ഒക്കെ ഈ തള്ളച്ചയുടെ ഫോട്ടോ
മറ്റേ വീഡിയോ ഒക്കെ ഭയങ്കര ലോങ് ആയിരുന്നല്ലോ ഗേസ്. ഇപ്പോൾ നമ്മളിത് ഇച്ചിരി ലോങ് മാക്സിമം വീഡിയോ ലോങ് ആക്കാതിരിക്കാൻ ശ്രമിക്കാം ഗേസ്. മറ്റേ 2 വീഡിയോ നല്ല ലോങ് അല്ലായിരുന്നോ? ഇല്ലായിരുന്നോ? അന്ന് തോന്നുന്നു ഗേസ്. നമ്മൾ ഇത്രയും ഇച്ചിരി ലോങ് ആയിട്ടാണ് ആ വീഡിയോ ഇട്ടത്. അത് രണ്ടും ഞാൻ മൊത്തം കളിക്കുന്ന ഇട്ടായിരുന്നു. ശരി, ഞാൻ മാക്സിമം കുറയ്ക്കാം ഗേസ്. കുറേ എപ്പിക്ക് മൂമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട് ബാക്കിയൊക്കെ കുറയ്ക്കാം ഗേസ്. ഇനിയാണ് നമുക്ക് പൂശേണ്ട സമയം. മനസ്സിലായോ? ഇനി നമുക്ക് പൂശാം. നമുക്ക് ഹാർട്ട് അറ്റാക്ക് മിനി ഗേസ്. പേടിച്ച് കിണ്ടിയായി ഗേസ്. ഞാൻ പേടിച്ച് പോയി സത്യം പറഞ്ഞ. കുഴപ്പമില്ല. ഡേ 4 ഇത്രയും ചെയ്തിട്ട് തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാണ് ഗേസ്. വളരെ നാണക്കേട് ഗേസ്. പെട്ടെന്ന് നമുക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാം. ഇനി തോറ്റു കൊടുക്കാൻ വയ്യ. ഇനി തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാണ്. ഡേ 4 മറ്റേത് രണ്ടും നമ്മൾ ഡേ 1 എസ്കേപ്പായി. ഇത് ഡേ 4 ആയിട്ടും ഒരു സാധനങ്ങൾ എടുത്തല്ലാതെ ഒന്നും കൊണ്ട് വെച്ചില്ല. ഗ്രാനീനെ വിളിക്കല്ലേ കിളവാ ഗേസ്. അവർ താഴോട്ട് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെക്കാൻ അങ്ങനെ തന്നെ പാഡ്ലോക്ക് ലാസ്റ്റ് വെക്കാം. ഒന്ന് വെക്കട. ഇവന്മാരെ താമസിപ്പിക്കുന്നു. എടാ വെക്കടാ. പിന്നെന്തു വരുന്നു? പിന്നെ ഒരു ബോട്ട് കീ. പാഡ്ലോക്ക് നമുക്ക് ലാസ്റ്റ് വെക്കാം. കാരണം അത് വെക്കുമ്പോൾ സൗണ്ട് കേൾക്കത്തില്ലേ? എവിടെയായിരുന്നു ഗേസ് കീ വെക്കണ്ടേ? ബോട്ട് കീ ഇവിടെ കണ്ടല്ലായിരുന്നു. ഓടിക്കോ നിൽക്കണ്ട. ഓടിക്കോ. കിളവനല്ലേ ഇത്? അവൻ കണ്ടില്ലല്ലോ. കിളവി ഇറങ്ങി വരുവാണെ തീർന്നു. സവാഷ്. അവൻ കണ്ടില്ല. മണ്ടനാന്ന് തോന്നുന്നു. പൊട്ടന് 2 ഉണ്ട കണ്ണുകളുണ്ടായിട്ട് അവൻ കണ്ടില്ല. അപ്പം കിളവി ഇറങ്ങി വരും ശബ്ദം കേട്ടിട്ട്. ഒരു കണക്കിന് ഇത് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഗ്യാസോലീൻ എടുത്തോണ്ട് വരണം ഇവിടുന്ന്. അതും മണ്ടയിൽ. അതും കിളവൻ്റെ ഔട്ട്ലെറ്റായ അവിടെ കിച്ചണിൽ. ആരുമില്ലേ? സേഫാണെന്ന് തോന്നുന്നു. ഞാൻ ഓടുവാണ് ഗേസ്. നേരെ നമുക്ക് അയ്യോ വീണ്ടും കിളവൻ കണ്ടില്ല. നമുക്ക് ഇതിൻ്റെ അടി ഒളിച്ചിരിക്കാം ഗേസ്. ഗ്രാനി എവിടെ എന്നൊരു പിടിയില്ല. എവിടെ? കിച്ചണിലാണ്. അവിടെ കിച്ചണിലാണെന്ന് തോന്നുന്നു ഗേസ്. ഗ്യാസുലൈൻ എവിടെയായിരുന്നു പറഞ്ഞ പോലെ കണ്ടത്? കിച്ചണിലാണെന്ന് തോന്നുന്നു ഗേസ്. മാക്സിമം പോയാൽ ഞാൻ ഈ വീഡിയോ ഒരു 25 മിനിറ്റ് കൂടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഗേസ്. ഒരു അരമണിക്കൂറെങ്കിലും കാണും. കാരണം ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് ഇറങ്ങിയിട്ട് ഒരു 58 മിനിറ്റ് ആയി. ഞാനിതിൽ കുറേയൊക്കെ കുറച്ചു ഗേസ്. എനിക്ക് ലാഗ് അടിപ്പിക്കുന്നതുകൊണ്ട് സോറി ഗേസ്. എനിക്ക് ഒന്നുമില്ല ഗേസ്. പേടി കൊണ്ടാണ് ഗേസ് ലാഗ് അടിപ്പിക്കുന്നത്. എന്നോട് ക്ഷമിക്ക്. അപ്പോൾ സെക്യൂരിറ്റി റൂമിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ആ ടൈമിൽ പോയി ഇതെടുത്തുകൊണ്ട് വരാം. കിളവി അവിടെ ഉണ്ടായിരുന്നല്ലേ? എടാ ഒന്ന് കേറാ. കിളവി അവിടെ ഉണ്ടായിരുന്നു ഗേസ്. അയ്യോ ഇതെന്താണ് ഈ തിളങ്ങുന്നത്? ഗേസ് നമ്മളിവിടെ ഇട്ട് ഇത് ശബ്ദം കേൾപ്പിച്ചിട്ട് നമുക്ക് നേരെ കിച്ചണിൽ പോയി സാധനം എടുത്തോണ്ട് ഓടാം. ഞാൻ ഇത് ഈ മെസ്സേജ് വരുന്നോണ്ടാണ് ഗേസ് ഈ പ്രശ്നം മൊത്തം. ലാസ്റ്റ് ഡേ ഗേസ്. ഇത് തോറ്റു കഴിഞ്ഞാൽ നാണക്കേടാണ് ഗേസ്. കുക്കു ഗേസ്. ലാസ്റ്റ് ഡേ ഗേസ്. ഞാൻ ഇത് കളി തോറ്റ് ഗേസ്. ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയില്ലേ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും ഗേസ്. എന്ത് കഷ്ടമാണ് ഗേസ്. നമുക്ക് ഗ്രാനീനെയും ഗ്രാൻഡ്പേനെയും ഇനി ഗേസ് ഈ ലാഗ് അടിയ കറക്റ്റ് ടൈമിങ്ങിൽ ഗേസ്. അതാണ് വിഷയം.
പാഡ്ലോക്ക് എവിടെ ഇരുന്നിട്ടത്? അതെങ്കിലും തുറന്നിട്ട് അത്രയെങ്കിലും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ വലിയ കാര്യം. ഞാൻ കളിച്ചതിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ഗെയിമാണെന്നാണ് എനിക്കിത് തോന്നുന്നത്. ഓടിക്കോ 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 ഓടിക്കോ. ആ പൂട്ടൂരി താഴെ വീണായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. വരുന്നു നോക്കാൻ വരുന്നു. ഗ്രാനി ഉണ്ടല്ലോ. എടാ കേറിയിട്ടാ കട്ടിലടി കട്ടിൻ്റെ അടി കയറാം മുന്നേ. നെഞ്ചിടി ഹാർട്ട് അറ്റാക്കാണ്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഓണാക്കാം ഗൈസ്. ഇവരെല്ലാം മേളിൽ കയറിപ്പോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് വീഡിയോ ഓണാക്കാം ഗൈസ്. അപ്പോൾ അവർ പോയെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ, പോകുന്നതേ ഉള്ളൂ ഗൈസ്. നമുക്ക് നൈസിനെ ഈ സാധനം ഒന്ന് ഓണാക്കിയിട്ട് ശബ്ദം കേൾപ്പിക്കുക. ഇപ്പോൾ അവർ പോയില്ലേ, ശബ്ദം കേൾപ്പിക്കുക, തിരിഞ്ഞോടുക. ഓക്കെ ഗൈസ്, നമ്മൾ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. നല്ല കണക്ക് ശബ്ദം കേട്ടിട്ടുണ്ട്. ഗ്രാനി മാത്രമേ വന്നോളൂ. കിളവനോട് വരണ്ടല്ലോ. വരണ്ടയാണല്ലോ. വരത്തില്ലേ ഗൈസ്? കിളവൻ വന്നില്ലെങ്കിൽ പണി പാളും ഗൈസ്. കിളവൻ വന്നപ്പോൾ കിളവി തിരിച്ചു പോന്നു. കിളവി തിരിഞ്ഞു നോക്കാതെ പോടി. നമുക്ക് ഒന്നുകൂടെ ആ ട്രിക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഗ്രാനിനെ വിളിച്ചിട്ട് ഗ്രാനി പോയില്ലേ ഗൈസ്? കിളവൻ കണ്ട പണിപ്പാളും. അനങ്ങാതെ നിൽക്കാം ഗൈസ്. നമുക്ക് ഒന്നുകൂടെ ആ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ പോയി സോറി ഗൈസ്, അന്നൂടെ ട്രിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ പോകും ഗൈസ്. പിന്നെ എന്തെങ്കിലും ശബ്ദത്തിന് ഇച്ചിരി എറർ ഉണ്ടെങ്കിൽ ഗൈസ്, ഇവിടെ മഴയാണ് ഗൈസ്, നല്ല മഴയാണ്, അതുകൊണ്ടാണ്. സോറി ഫോർ ദാറ്റ് ഗൈസ്. നമുക്ക് ഒന്നുകൂടെ ആ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഗൈസ് ഇനി ഓടാ. ഇനി നമുക്ക് നേരെ അവിടെ പോയി വിളിച്ചിരിക്കും ഗൈസ്. കിളവനോട് ഒരുമിച്ച് വരണം ഗൈസ്, എന്നാലും നമുക്ക് കാര്യമുള്ളൂ. നമുക്ക് ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് അപ്പുറം വഴി ഓടണ്ടല്ലേ. കിളവൻ വന്ന്, കിളവിയും കൂടെ വാ, ഒന്ന് വാ കിളവി, പോ യെസ്. നമുക്ക് നേരെ അടുക്കളയിലോട്ട് വെച്ച് പിടിക്കാം. അടുക്കള യെസ്, അടുക്കള. സ്റ്റൺ ഗൺ കിട്ടി. പൂശല്ലേ, ഒരുത്തനെ പൂശിയിട്ട് അങ്ങ് പോയേക്കാം. ഏതാണ് ആ ഭാഗ്യമുള്ള ആൾ? പൂശിയേക്കാൻ കഴിച്ച് കുറേ നേരത്തെ ദേഷ്യമോ ദൂരേന്ന് അങ്ങ് പൂശാൻ കഴിച്ച്. ഇനി അടുത്ത് വരുന്ന കണക്ക് നോക്കിയിരിക്കണ്ട. കാരണം ഇപ്പം എൻ്റെ പൊന്നോ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത്രയും വിഷയമാണ് ഗൈസ്. എനിക്ക് കലി കയറി വന്നിട്ട് വയ്യ ഈ സാധനം കളിച്ചിട്ട്. തൊലി എവിടെയന്മാര് വരാൻ പറയടാ ആരോടേലും. ഗ്യാസൊലിൻ അതിനകത്തല്ല. ഗ്യാസൊലിൻ കാണുന്നില്ല. എങ്ങനെ ഇരിക്കണം? അതിനകത്തിരിപ്പുണ്ട്. ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ വരും, അല്ലെങ്കിൽ 2 പേരും വരുന്നേ. വാ യെസ്, നമുക്ക് ഒരാളെ എങ്കിലും തീർത്തിട്ട് ഗ്യാസിലും എടുക്കുക, തിരിഞ്ഞോടുക. ഓക്കെ അപ്പം ഫേവറേറ്റ് പാട്ട് ഓണാക്കി തരാം ഞാൻ. യെസ്, കോപ്പിറൈറ്റ് കിട്ടട്ടെ യെസ്, ജയിച്ചാൽ മതി. നമുക്ക് നമ്മുടെ ഫേവറേറ്റ് പാട്ട് അവിടെ ഓണാക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. യെസ്, കിളവൻ ഇതുവഴിയേ വരത്തുള്ളൂ. അവൻ ഇതുവഴിയേ വരാനൊക്കത്തുള്ളൂ. ഈ കിളവനൊക്കെ എന്തിൻ്റെ ഒന്ന് പോടാൻ മണ്ട കൂസേ. ഇവനൊക്കെ ലൂസാ തലയ്ക്ക്. യെസ്, കിളവി എണീക്കാനുള്ള ടൈം ആവും ഇപ്പോൾ. യെസ്, നേരെ നമുക്ക് ഇങ്ങോട്ട് ഓടാം. ഭാഗ്യത്തിന് അവൻ്റെ കൈ അവിടെ നിന്ന് ഗ്ലിച്ചടിച്ച് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടില്ലായിരുന്നേ തീർന്നേനെ. യെസ്, ഇതൂടെ വെക്കാനുള്ളൂ. ഇതൂടെ ഒഴിക്കുക, ബോട്ട് കീ എടുക്കുക, പറക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തോക്കും കേസ്. ഇല്ലെങ്കിൽ കളി തോക്കും. ടെൻഷൻ മൂമെൻറ്റ് കേസ്, ടെൻഷൻ മൂമെൻറ്റ്. ഇപ്പം ആ കിളവൻ വന്നാൽ തീർന്നു, സബാഷാവും. ഒഴുക്കി. ഇതിന് മൂത്രം ഒഴിക്കുന്ന സ്പീഡ് പോലും ഇല്ലല്ലോടാ മോനെ. ഒഴിക്കടാ.
നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞെക്കി പിടിക്കുകയാണ്. ബോട്ടിക്ക് എടുക്കുക, പറക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടേക്ക് ബോട്ടിക്ക് എവിടെ? ഗൈസ് എസ്കേപ്പായി ഗൈസ്. ഈ പോടി ഗൈസ് ഫൈനലി എസ്കേപ്പ് ആയിരിക്കുന്നു ഗൈസ്. ഗ്രാനി 2 ഇന്നും കൂടെ ഗൈസ്. വീഡിയോ കണ്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായി കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു ഗൈസ്. ദി എൻഡ് ഗൈസ്, ഫൈനൽ ഗൈസ്. ഇത് മ്യൂസിക് എന്ന് മാറ്റിക്കോട്ടെ ഗൈസ്. നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പെട്ട്, നിങ്ങൾ ഈ വീഡിയോ കണ്ടവർക്കറിയാം ഗൈസ് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് ഗൈസ്. നമ്മൾ കുറേ നേരത്തെ കഷ്ടപ്പാടുണ്ട്. ഗ്രാനി 2 ചാപ്റ്റർ 2 ഗൈസ് നമ്മൾ തീർത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിനോടുള്ള തീർത്തനുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോരുത് ഗൈസ്. ലൈക്കും ചെയ്യുക ഗൈസ്. റോഡ് ടു 10 ലൈക്കാണ് ഗൈസ്. കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് നമുക്ക് 10 ലൈക്ക് കിട്ടിയില്ല ഗൈസ്. ഇതിനെങ്കിലും നിങ്ങൾ തരണം ഗൈസ്. അപ്പോൾ നമ്മൾ മിക്കവാറും ഞാനിപ്പോൾ ഒരു മണിക്കൂറായി ഗൈസ് തുടങ്ങിയിട്ട്. കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് കാണും എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഗൈസ്. 1 മണിക്കൂറായി ഗൈസ്. 5ാമത്തെ ദിവസം ലാസ്റ്റ് ഡേ നമ്മൾ എസ്കേപ്പ് ആയിരിക്കണം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.